प्रॉपर इस्लाम इफ्तारी में खाते हैं डाउट മാത്രല്ല ലെഫ്റ്റ് में और राइट में केसर का खेत और സുഹൃത്തുക്കളെ ബൈക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജമ്മുവിൽ എത്തി. ഏകദേശം 7 മണിയായപ്പോൾ ഇത് നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം എൻ്റെ താഴെ കിടക്കുന്ന ചങ്ങായില്ലോ പേരും കൂർക്കം വലി, ഇൻ്റർനാഷണൽ കൂർക്കം വലി. ഉറങ്ങാതെ തന്നെ അയച്ചിട്ടില്ല. അപ്പോൾ നേരെ ഇനി 7:45 7:45 ട്രെയിൻ എത്തും. കുറച്ച് നേരത്തെ പത്താംകോട്ട് കഴിഞ്ഞു, ഏകദേശം 1.5 മണിക്കൂർ മുന്നേ. ഇപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മൾ വണ്ടി അവിടെ ഉണ്ട്. പിന്നെ കഴിച്ചതിന് ശേഷം നമ്മൾ ഡ്രൈവറെ മീറ്റ് ചെയ്യും. പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ ഇരിക്കണം, കാരണം മറ്റൊരു ബസ്സിനാണ് വരുന്നത്. കുറച്ച് സമയം എടുക്കും, ഒരു 10-11 മണിയാവും എത്തുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ പോണ വണ്ടി. ഇത് 3rd AC ആണ്. ഓക്കെ, സീറ്റ് ഇന്നലെ കിട്ടി. വേറെ കുറേ ആൾക്കാരുണ്ട്. ഇത് ലോവർ ബെർത്ത്, ഇത് മിഡിൽ ബെർത്ത്, ഇത് അപ്പർ ബെർത്ത് ഈ സൈഡിലും. പിന്നെ അരയുണ്ടത് അത് കാണുന്നുണ്ടത് റൈറ്റ്, അതാണ് സൈഡ് ലോവർ, മുകളിലത്തെ സൈഡ് അപ്പർ. ഏറ്റവും കംഫർട്ട് ഉറങ്ങി കിടന്ന് പോകാൻ സൈഡ് അപ്പറും സൈഡ് ലോവറുമാണ്. സെക്കൻഡ് AC ഒക്കെ ആണെങ്കിൽ പറയും വേണ്ട. കപ്പിൾസൊക്കെ പോവുകയാണെങ്കിൽ നല്ല രസമായിട്ട് കയ്യിൽ പോവാം. 3rd ACയിലേറെ കുറച്ച് റേറ്റ് കൂടും. പഞ്ചാബിന് മറ്റേ ജമ്മുവിൻ്റെ പുറത്ത് തണുപ്പുണ്ട്, ചെറിയ തണുപ്പുണ്ട് പുറത്ത്. ഞാൻ ഓർത്തിൽ നല്ല ചൂടായിരിക്കണം ഈ സമയത്ത്, കാരണം ഇതിന് മുന്നേ സമയങ്ങളിലൊക്കെ നല്ല ചൂടുണ്ടായിന്. ഇപ്പോൾ പാകത്തൊരു നല്ല രസമുള്ളൊരു ആംബിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ബാഡി ജംഗ്ഷൻ കഴിഞ്ഞു. അപ്പം അങ്ങനെ പോവാണ്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ കാശ്മീരിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ സിം കാർഡ് ഇവിടെ വർക്ക് ചെയ്യൂല. അതിന് കാരണം സെക്യൂരിറ്റി സംഭവങ്ങളൊക്കെയാണ്, സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ജസ്റ്റ്. അപ്പോൾ നമ്മുടെ സിം കാർഡുകൾ പോസ്റ്റ് പെയ്ഡ് സിം ആയിരിക്കും, നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോഴുള്ള സിം കാർഡുകൾ. അപ്പോൾ ആ സിം ഇവിടെ വർക്ക് ചെയ്യൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയുമോ, നമ്മൾ കാശ്മീരിലേക്ക് വരുമ്പോൾ നമ്മളെ സിം കാർഡുകൾ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് വരണം, അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു സീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മിഡിൽ ബെർത്താണ്. ചെറിയ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇതാണ് നമ്മളിരിക്കുന്ന സീറ്റ്. നമ്മളെ സീറ്റ് ഇവിടെ റീഡിങ് ലൈറ്റ് ഒക്കെ ഉണ്ടോ, ചാർജിങ് സ്പോട്ട് തന്നു. പിന്നെ അതേപോലത്തെ വിരിപ്പും അതേപോലെ തന്നെ ഒരു തലക്കണിയൊക്കെ കിട്ടും, തലേന. അങ്ങനെ പോകണം. ഓക്കെ, നമ്മുടെ വണ്ടി ഇവിടെ എത്തി, ജമ്മുവിലെത്തി. അപ്പോൾ ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് ഇത്തരത്തിലുള്ള വിരിപ്പും പുതപ്പൊക്കെയാണ് ഇതിലുണ്ടാവുക. 3rd AC ഒക്കെ ഒന്ന് ബുക്ക് ചെയ്യും. സ്ലീപ്പറിലാണ് ഉണ്ടാവില്ല കേട്ടോ. നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ച. അപ്പോൾ നമ്മൾ ജമ്മു തവി റെയിൽവേ സ്റ്റേഷനിൽ എത്തി സുഹൃത്തുക്കളെ. നമ്മൾ നേരെ ഏറ്റവും കൂടുതൽ എത്തി. ഇവിടെ ഫസ്റ്റ് AC സെക്കൻഡ് AC ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് എന്നതുപോലത്തെ കോച്ചുകളൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ വെറുതെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബോറടിക്കുന്ന സമയത്ത് ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വേണ്ടി നേരെ ഇവിടുന്ന് ഇത് ഭക്ഷണമായാലും ഒക്കെ ഒരുമാതിരി ആക്കി ആക്കി എന്തിട്ട് ആക്കി. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് നമ്മുടെ ഡ്രൈവർ കുറച്ച് അപ്പുറത്താണ്, എനിക്ക് അങ്ങോട്ട് നടക്കണം. അപ്പോൾ തണുപ്പൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, ബ്രീസായിട്ടുള്ള ക്ലൈമറ്റാണ്. ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ നമുക്ക് അഫോർഡബിളാണ്. പിന്നെ അതുപോലെ തന്നെ
ഇവിടേക്ക് വന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ നിങ്ങൾ ജമ്മുവിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിമ്മുകൾ എടുത്തിട്ട് വരിക. കാരണം പത്താംകോട്ട് ബോർഡർ കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സിം കാർഡ് വർക്ക് ചെയ്യില്ല, നേരത്തെ പറഞ്ഞില്ലേ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സിം കാർഡ് പോസ്റ്റ് പെയ്ഡ് ആക്കുകയാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളെ സിം കാർഡ് ഇവിടെയും വർക്ക് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എത്തുമ്പോൾ നമ്മളെ സിമ്മ് വർക്ക് ചെയ്യില്ല, സ്വിച്ച് ഓഫ് ആവും, ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇവിടെ വന്നിട്ട് വേറെ സിം എടുക്കണം. അപ്പോൾ അതിന് ടൈം കൺസ്യൂമിങ്ങും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേറെ വിട്ടിട്ട് നമ്മളെ സിം തന്നെ ആക്കി വരികയാണെങ്കിൽ ബുദ്ധിമുട്ടില്ല. പിന്നെ ഇവിടെ ഒറ്റക്ക് വരികയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ ജമ്മു തവി എല്ലാം ഇറങ്ങേണ്ടി കേട്ടോ. നേരെ ഉദംപൂർ പോയിട്ട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഷെയർ ടാക്സി എടുത്തിട്ട് പോയാൽ മതി. ഇപ്പോൾ നമുക്കിവിടെ നമ്മളെ വണ്ടി അവിടെ ഉണ്ട്, നേരെ പോട്ടോ. അപ്പോൾ പ്രൈവറ്റ് വണ്ടികളും അതുപോലെ തന്നെ ടാക്സികളൊന്നും ഇങ്ങോട്ട് വരില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നേരെ നമ്മൾ പുറത്തിറങ്ങിയിട്ടൊരു ഇ റിക്ഷ എടുത്തു. അവിടെ ഇറങ്ങുമ്പോൾ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും, വണ്ടി വേണം അത് വേണമെന്നുണ്ട്. അപ്പോൾ ഓരോട് നമ്മൾ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യും, ഓല് നമ്മളെ ചാമ്പും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്നല്ല, നിങ്ങൾ കാസർഗോഡ് ബോർഡർ കഴിഞ്ഞാൽ തന്നെ ആ ഒരു വകുപ്പിൽ എവിടെയെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് അവർ ചോദിക്കണതെങ്കിൽ നമ്മൾ എസ്ന്നും നോനും അതിനെ ന്യൂട്രലായിട്ട് നിൽക്കരുത്. അതായത് ചെവി കൊള്ളാതെ പോന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ അങ്ങനെ മറ്റേ ചോറ്റും കൈ കൊണ്ട് കോഴിക്കുട്ടികളെ ആട്ടിയമാരെയൊക്കെ ആണ് പോകില്ലത്, മനസ്സിലായോ? ചോറ്റും കൈ കൊണ്ട് കോഴിക്കുട്ടികളെ ആട്ടിയാൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കൈമാ വറ്റുണ്ടാവും. അപ്പോൾ ഇറ്റങ്ങളെ കൂടി എന്താ നമ്മളതിന് ഇട്ട് കൊടുക്കുകയാണ്, ശരിക്കും നമ്മൾ ആട്ടുകയാണ് കയറും, മനസ്സിലായോ? ഇങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ജമ്മു തവിടോ. റെയിൽവേ സ്റ്റേഷൻ കണ്ടോ അവിടെ നേരെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ശിവ മാർക്കറ്റ് എടുക്കുന്നത്. നേരെ ഇതിനുള്ളിലൂടെ പോയി കഴിഞ്ഞാൽ അതാണ് ശിവ മാർക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ ടാക്സി ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലായിരിക്കും നടന്നു പോയിട്ടുണ്ടാവും. ഇവിടെയും സഹിക്കാൻ പറ്റാത്ത ഈ ചെങ്ങൈമാരെ ഫോണ് കണ്ടുണ്ടാവും. ഓഫൊക്കെ ഉണ്ടല്ലോ, ഉപയോഗിക്കാൻ പറ്റും. നേരെ നമ്മളെ വണ്ടിൻ്റെ അടുത്തേക്ക് എത്തിട്ടോ. അപ്പം നേരെ നമ്മളെ വണ്ടി പോയി 20 ഉറുപ്പ്യന്ന് പറഞ്ഞിട്ട് ആ 20 ഉറുപ്പ്യ കൊടുത്തു. ഇനി എന്തോ ഒരു സുഖം ഉണ്ടാവും ഇങ്ങനെ ബാഗ് ഇട്ട് വരുമ്പോഴേ. മറ്റേ കുറേ ലഗേജ് എടുത്ത് വരുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടാരോ. എന്തായാലും വണ്ടി കുത്താക്കട്ടെ. നേരെ ഇവിടെ എത്തി നമ്മളെ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. വണ്ടി എടുത്ത് പോട്ടെ. ബ്ലോഗ് എടുക്കുന്നതിനിടെ വിദ്യാർത്ഥി റോഡ് മുറിച്ച് കിടന്നു, അതിനിടയിൽ വണ്ടി കുത്തി. ഇതൊക്കെ ആയിരിക്കും ന്യൂസ് കൊടുത്ത്. നമ്മളെ ചെക്കൻ ഇന്നലെ രാവിലെ വന്നിട്ടുണ്ട്. പോലീസ്, കേരള പോലീസ്. അപ്പോൾ ഇത് നമ്മളെ പുതിയ അർബാനിയാണ്, 14 സീറ്റർ. ഇതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ 17 സീറ്ററാണ്. ഇതുണ്ടോ 2, 4, 6, 8, 10, 12. ഓക്കെ, നമ്മൾ നേരെ നമ്മളെ ഗസ്റ്റുകൾ വരാണ്ട് ഓലെടുത്തിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് പോകും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പോകാൻ തരാം. അങ്ങനെ ഇത് 14 സീറ്ററാണ് ടോട്ടൽ, ഡ്രൈവർ അടക്കം. അപ്പോൾ നമ്മൾ ഓരോ വണ്ടികളും, ഇതിപ്പോൾ ഫോർസിൻ്റെ വണ്ടിയാണ് അർബാനിയ. അപ്പോൾ ഓരോ ട്രിപ്പിനനുസരിച്ച് ആളുകൾക്കനുസരിച്ചാണ് നമ്മളിത് ഉണ്ടാവുക. അപ്പോൾ ഒരു 50 ആൾക്കാരുള്ള ട്രിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സായിരിക്കും. ഒരു 16-17 പേരുള്ള ട്രിപ്പുകളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയായിരിക്കും. ഇതിലേറെ കൂടുതൽ ആളുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി മാറും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഓരോ ട്രിപ്പിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് വണ്ടിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ നോർമൽ കേസിൽ നമ്മളൊരു 17 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വോയിച്ചെടുക്കാണ്ട് ട്രിപ്പ് ഇതിലേക്ക് കൊണ്ടുപോകാം. 25 പേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മിനി ബസ് അങ്ങനത്തെ ഇതിലേക്ക് മാറും. പിന്നെ അപ്പോൾ कुछ बोल, क्या बोलो, कुछ भी बोलो. बढ़िया गाड़ी है, टूर भी बढ़िया है. ഇവന് നമ്മളെ പയ്യനല്ല നമ്മളെ കാക്കയാണ്. वो 30 കിലോമീറ്റർ ആകെ 30 കിലോമീറ്റർ അപ്പുറത്താണ് മറ്റോല്. ഓലിഞ്ഞ അവിടുന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. നാർവാൽമേന പിക്കപ്പ് ആയിക്കൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് പോകും. അപ്പോൾ ഇനി ഓലെ പിക്ക് ചെയ്തിട്ടുള്ള കാഴ്ചകൾ കാണാം. ഓക്കെ,
ഒരേ കാത്തുക്കൽ തുടങ്ങിയിട്ട് കുറച്ചേരായി ഓരോ വണ്ടി എത്തിയിട്ടില്ല, ബസ്സിനാണ് വരുന്നത്. നമ്മൾ നേരെ ഇനി കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ये इसका नाम क्या बोलते हैं? इसका जो अभी वीडियो में दिख रहा है याद ही नहीं आ रहा है मुझको इसका नाम क्या है, मैं इसको बताता हूँ. നമ്മുടെ നാട്ടിലുണ്ടോ ഫ്രൂട്ട്സ്? പൂച്ചലോ ഇതിപ്പോൾ എന്താണ്? പൂച്ചലോ പൂച്ചലോ क्या बोला? बेर बेर बियर हाँ बार बार बियर 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 बेर बेल हाँ बियर बार. और कुट्टप्पन हो गया, कुट्टप्पन सुपर हो गया, ഡ്രസ്സിങ് അച്ഛ हो गया. അപ്പോൾ നമ്മളെ ഒരു വന്നിട്ട് കാണട്ടോ, ഉറക്കം വരുന്നില്ല. അച്ഛക്കായി ഉറങ്ങാൻ അയച്ചിട്ടില്ല. ഇങ്ങനെ കൂർക്കം വലിച്ചിട്ട് പേരും കൂർക്കം വലി. എന്നിട്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ അവിടെ ഇങ്ങനെ കണ്ണ് എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അതിൽ ഈ ചെങ്ങായി പറയണേ ഇത് താർത്ത്, അതായത് ഞാൻ കിടക്കണ മിഡിൽ ബെർത്തിലാണ്, മിഡിൽ ബെർത്ത് താർത്ത്, എന്നിട്ട് ഓൻ ഇരിക്കണം. ഞാൻ പറഞ്ഞാൽ അടങ്ങി അവിടെ ഇരുന്നോ, എനിക്ക് ഉറക്കെ കളഞ്ഞേക്കണേ. ഞാൻ ഇരിച്ചു തന്നു കഴിഞ്ഞാൽ ഏതോ ഓഫീസറാണ്. എന്തായാലും എനിക്കും ഭ്രാന്ത, എനിക്ക് ഇപ്പോഴും ഉറക്കം കിട്ടിയില്ല. എന്തായാലും നേരെ റൂമിലെത്തിയിട്ട് ഉറങ്ങി നോമ്പ് തുറന്ന് കിടന്നുറങ്ങണം. നാളെ ഗുൽമർഗ്, മറ്റന്നാൾ സോനമർഗ്, വീണ്ടും ദൂതുപത്രി, ഇപ്പം നേരെ ഓലിയും കൊണ്ട് ഇങ്ങോട്ട് വരണം. അപ്പോൾ എത്താനായിക്കൊണ്ട് 6 ബസ് എത്തിക്കണം അവിടെ പോയോട്ടെ. ഓക്കെയാ ओके ठीक है. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകണം. നമ്മൾ കൂടെ വന്ന ആൾക്കാരൊക്കെ എത്തി. സിംബ ഹായ് ബോലോ. ഹായ് കഹാ സെ ആപ്? ഒക്കെ ചില്ല് മനുഷ്യന്മാരാട്ടോ. സാധാരണ നമുക്കിതൊരു വൈബ് പരിപാടിയാണ്. നമ്മൾ ഓരോ നമ്മളെ ബംഗാളിൽ നിന്ന് നമ്മൾ ഫ്രണ്ട്സിനോട് എത്തി. അതായത് നമ്മൾ ഡൽഹിയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ കൊണ്ടുവന്ന ട്രിപ്പുകളാണ്. നമുക്ക് പിന്നെ ആരും പരിചയപ്പെടേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എല്ലാവരും ഏറ്റവും അപ്പോഴേക്ക് നല്ലൊരു എടാപ്പോട ബന്ധമായിട്ടുണ്ടാവും, ആ രീതിയിലുള്ള ബന്ധമായിട്ടുണ്ടാവും. ഇപ്പം നമ്മളിങ്ങനെ നേരെ ഇതാണ് നമ്മളെ അരിന്തം ബായി. മൂപ്പര് ബംഗാളത്തെ പുലിയാണ്, സ്വർണ്ണമാല ഉണ്ടല്ലേ. അപ്പോൾ മൂപ്പര് മക്കളും മൂപ്പര് ഫാമിലിയാണുള്ളത്. അപ്പോൾ നമ്മളെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഓലെ കോണ്ടാക്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഡൽഹിയിലേക്ക് വന്നിട്ട് ഡയറക്റ്റ് പോലെ ട്രിപ്പിന് വന്നത്. അല്ലെങ്കിൽ നമ്മളെ ഗൈഡുമാരാണ് പോലെ. 243 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് സഞ്ചരിക്കാനുണ്ട്. അതായത് പോണ വഴിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ. കാശ്മീരിലേക്ക് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായിട്ട് വന്ന് കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് 2 ടണലുണ്ട്. ഒന്ന് നാശ്രീ ചനൽ ടണൽ, അതായത് ജമ്മു നമ്മൾ കാശ്മീരിലേക്ക് പോകുമ്പോൾ 2 ടണലുണ്ട് മെയിനായിട്ട്, വലിയ ടണൽ. അതിലൊന്ന് നാശ്രീ ചനൽ ടണലും, അത് 8.5 കിലോമീറ്ററും. അത് കഴിഞ്ഞിട്ട് 8.25 കിലോമീറ്ററുള്ള കാസിക്കുണ്ട് ടണലുണ്ട്, ബനിഹാൽ കാസിക്കുണ്ട് ടണൽ. അപ്പോൾ പോണ വഴിക്ക് കാണാം. അതിൻ്റെ ഇടയ്ക്ക് വലിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട്. പിന്നെ ഞാൻ മുമ്പിലാണ്, സുഹൃത്തുക്കളുണ്ട് ഇവിടെ കൂടെ. അപ്പോൾ നേരെ അപ്പോൾ നമ്മൾ സുഹൃത്തുക്കളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് how to say we are going for breakfast in Bengali? How to say we are going for breakfast? আমরা খেতে যাব, খিদে লেগেছে। ജൽദി അബി. അപ്പോൾ നമ്മളെ കൂടെ വന്ന ആളുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നേരെ ഓരോ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇവിടുന്ന് കശ്മീരിൽ പോകും. ബാക്കിലുണ്ട് നിങ്ങൾ കണ്ടോ, ഇതുണ്ടോ ഇങ്ങനെ ഇതുണ്ടോ മഞ്ഞ്
വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള ഹോട്ടലാണ്. നമ്മൾ നേരെ ഇനി കയാ ഞാൻ പാറും. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. നമ്മൾ ഇതിൽ സിം എടുത്തോണ്ടിരിക്കുകയാണ്. सिम ले रहा है 350 सिम के लिए आया है. നമ്മളെ സിം കാർഡുകള് ഇവിടെ വർക്ക് ചെയ്യൂല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, പോസ്റ്റ് പെയ്ഡ് സിമ്മേ ഇവിടെ വർക്ക് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മളതൊക്കെ പോസ്റ്റ് പെയ്ഡ് ആണ്, അതുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യണത്. പോസ്റ്റ് പെയ്ഡ് ആണ്, ബില്ല് വരുന്നതിനനുസരിച്ച് നമ്മൾ അടച്ചു കൊടുക്കണം. നമ്മളെ പ്രീപെയ്ഡ് സിമ്മുകളല്ലേ, നമ്മളതൊക്കെ ആദ്യം നമ്മൾ പൈസ അടച്ചിട്ടല്ല, റീചാർജ് ചെയ്തിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ അതിവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ക്ലൈമറ്റ് ബോറൊന്നുമില്ല. ഈ വെയിൽ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ബാക്കി ചൂടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ 8.5 കിലോമീറ്റർ ടണൽ ആദ്യം ക്രോസ് ചെയ്യും. അതായത് നമ്മൾ കാശ്മീരിലേക്ക് പോകും, ഭക്ഷണം കഴിച്ചു ശ്രീനഗറിലേക്ക് പോകുമ്പോൾ 8.5 കിലോമീറ്ററിൻ്റെ 2 ടണലുകളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അരിന്തബായി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഡ്രൈവറോട് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മുടെ ഷാഹിദ് അഫ്രീദി ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും അച്ചീവ്മെൻ്റ് ആക്കി പോവുകയാണ്. അപ്പോൾ 8.5 കിലോമീറ്ററിൻ്റെ ഒരു ടണൽ നമുക്ക് കൊടുത്ത് കയറാറുണ്ട്. ആ ടണലിൻ്റെ പേരാണ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി നാശ്രി ചന്നൻ ടണൽ. അപ്പോൾ ഈ സ്ഥലങ്ങൾ കുറേ ആൾക്കാർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. വ്ളോഗേഴ്സും റോഡ് ട്രിപ്പൊക്കെ വരുന്ന ആൾക്കാരെ ഇവിടെ നിന്നാണ് ആ ഫോട്ടോ എടുക്കുന്ന ഏരിയ. അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകണം. അപ്പോൾ ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട്. അതായത് തേങ്ങ ഒക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, തേങ്ങാപ്പൂള്, അതേപോലെ തന്നെ ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ. നോമ്പായതുകൊണ്ട് നമ്മളത് വാങ്ങണില്ല, നമ്മൾ വണ്ടിയിലെ ആളുകൾക്ക് വാങ്ങിക്കണേ ഓല് കഴിക്കുന്നുണ്ട്. അപ്പോൾ ടണലിൻ്റെ എൻട്രൻസ് എത്തിയിട്ടോ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 2 ടണലുകളിൽ ഒന്നായിരുന്നത്. പിന്നീടാണ് അടൽ ടണലായത്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ റെക്കോർഡ് വീണ്ടും കാശ്മീരിനെ തകർക്കാൻ വേണ്ടിയിട്ട് പോകണം. കാശ്മീരിൽ പുതിയൊരു ടണൽ വരുന്നുണ്ട്, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ചന്നനി നാശ്രി ടണൽ ലിമിറ്റഡ് ആണ് ഇതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല ഒരു വേറെ ഫീലാണ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ടണൽ, അതായത് നാഷണൽ നമ്മൾ നേരെ ഇപ്പുറത്തെത്തി, റാംബൻ സൈഡിലെത്തി. അതായത് നമ്മളിങ്ങനെ പോകുമ്പോഴേ, നിങ്ങളിങ്ങനെ എപ്പോഴെങ്കിലും കാശ്മീർ വരികയാണെങ്കിൽ ഇതേപോലെ പോകുമ്പോൾ ജസ്റ്റ് എല്ലാവരും ടണൽ അതായത് ടണലിനുള്ളിൽ നമ്മൾ പുറത്തിറങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് കണ്ണൊന്ന് ചിന്തിയിട്ട് ജസ്റ്റ് ടണൽ കഴിഞ്ഞിട്ട് നോക്കും. നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്നതിനിടയിൽ മഞ്ഞ് കാണുന്നുണ്ട്, മഞ്ഞുമലകൾ കാണുന്നുണ്ട്. ഇതേപോലെ കണ്ടോ, ഈ ഇടം വലം സൈഡുകളിൽ ഇതേപോലെ ഫുള്ള് ഇതൊക്കെ ഉരുൾപൊട്ടലല്ല, ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്ന സമയത്ത് താഴേക്ക് ഇറങ്ങണുണ്ടോ മണ്ണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ആകുന്ന സമയങ്ങളിലാണ് ട്രാഫിക് ജാമും അതേപോലെ തന്നെ ജമ്മു ശ്രീനഗർ ഹൈവേ അടച്ചു എന്നൊക്കെ പറയല്. NH44 നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട്, അതായത് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ റമദാനിൽ. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ട്രിപ്പുകളൊന്നും ഇങ്ങോട്ട് ഇപ്പോൾ ഈ നിലവിലിടാത്തതിന് കാരണം ഭയങ്കര ഹൈ എൻഡ് റേറ്റുമാണ്, ഇഷ്ടംപോലെ ആൾക്കാരുമാണ്. കാശ്മീരിൽ എത്തിക്കഴിഞ്ഞാൽ വേറെ ബ്യൂട്ടിയാണ്. പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നത് മഞ്ഞ് സീസണാണ്. നമുക്കത് മതി, അതാണ് ഏറ്റവും ഞാൻ മനസ്സിലാക്കിയിട്ട് നല്ലൊരു സീസണ്. പക്ഷേ ആപ്പിളിൻ്റെ സീസണും അടിപൊളിയാട്ടോ, ജൂലൈക്ക് ശേഷം അത് നല്ല അടിപൊളി ടൈമാണ്. ഇതുണ്ടോ, ശ്രീനഗർക്ക് എവിടെ ടൂറിസ്റ്റ് പ്ലേസിലേക്കുള്ളൊരു വാഷ്റൂം ഉണ്ടാക്കി കൊണ്ടുപോവാണ്, മറ്റേ പോർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പോണ വഴിക്ക് ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണും. വീണ്ടും ഒരു ടണൽ വരുന്നുണ്ട് അവിടെ. ये छोटा है, बड़ा आने वाला हूँ. पूरा रॉक काट करके. कौन सा? नेगन का नाम नेगन. അപ്പോൾ ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന കുറേ വീടുകളൊക്കെ ഞാൻ സൂം ചെയ്ത് കാണിച്ചിട്ട്, അതിൻ്റെ മുകളിലൊക്കെ വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ റാംബനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാശ്രി ചന്നനി ടണലിൻ്റെ ആ ഏരിയയിൽ നിന്ന് റാംബനിലൂടെയാണ്. അപ്പോൾ പോകുന്ന ഇത് ചൂടൊന്നും വലുതല്ല, പക്ഷേ വെയിൽ ഭയങ്കര
ഡ്രൈവർ ജാക്കറ്റ് അവിടെ ഇട്ടാണ്. ഉറക്കാണെങ്കിൽ വന്നിട്ട് ഇങ്ങോട്ട് വരാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞില്ലേ മറ്റേ കൂർക്കം വലിച്ചാണ്ട് ഇങ്ങോട്ട് ചടപ്പിച്ച ചെങ്ങായി. അപ്പോൾ ഈ ഒരു റാമ്പൻ കുറച്ച് 100 മീറ്റർ മുന്നേ കണ്ട റാമ്പൻ്റെ പാലം ഏകദേശം 100 കിലോമീറ്റർ നമുക്ക് ഇവിടുന്നുണ്ട് നേരെ കാശ്മീരിലേക്ക്. സോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ, സബ്സ്ക്രൈബൊക്കെ ചെയ്യും നമ്മളെ ഇംപ്രവൈസേഷന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ആ വീഡിയോസ് സൂം ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ജമ്മു സൈഡിലാണ്, അതുകൊണ്ട് ഇതേപോലത്തെ അമ്പലങ്ങൾ ടെമ്പിളുകൾ രണ്ടും തന്നെ എനിക്കറിയാം. അതേപോലെ തന്നെ വീടുകളുടെ ആർക്കിടെക്ചറൽ ബ്യൂട്ടിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കാശ്മീരിനെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് ഈ ബ്ലോക്ക് വരുന്ന ഏരിയയാണിത്. അതായത് കാശ്മീരിലെ NH-44 ഏറ്റവും മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റാമ്പൻ്റെയും റാമ്പൻ ബ്രിഡ്ജ് ടു റാമ്പൻ ടൗണിൻ്റെ ഇടയിലുള്ള ഈ ഒരു കൺജസ്റ്റഡ് ഏരിയ ഉണ്ട്. അതായത് ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഈ ജമ്മു ശ്രീനഗർ ഹൈവേ ഉണ്ടല്ലോ, ഇവിടെ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ട്. അവിടെ ഇപ്പോൾ ഞാൻ ഈ കാണിക്കാൻ പോണ ഈ സ്ഥലത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് അത്രയും വലിയ ബ്ലോക്ക് ഉണ്ടാവുക. ഞാൻ കാണിച്ചത് റാമ്പണിലുള്ള ബ്ലോക്കാണ്. ഇതിന് മുകളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ ഉതിർന്ന് ചാടും. അപ്പോൾ ഇവിടെ ബ്ലോക്കാവും. ഇതിപ്പോൾ അവിടെ ഒരു പാത ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ ഒരു പാത ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നോർമൽ കേസിൽ ഒരുപാട് മെച്ചപ്പെട്ടുണ്ടോ ഇവിടുത്തെ റോഡുകളൊക്കെ. ഇതൊരു ടണലായിരുന്നു, ഇപ്പോൾ വീണ്ടും റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൊളിഞ്ഞാടി കാണിച്ചാൽ അവിടെ ടണൽ ചാടിയിട്ടുണ്ട്. മുകളിലോക്കി മഞ്ഞ് നോക്കി ഫുള്ള്. സബ്സ്ക്രൈബ് ചെയ്തോ, മഞ്ഞ് കാണാതെ വെറുതെ മഞ്ഞ് കണ്ടിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവരും. ഇവിടെയാണ് കംപ്ലീറ്റ് ഡേഞ്ചറസ് ഏരിയ. മോനെ നോക്കി മഞ്ഞ് ഇവിടെ നല്ല കാഴ്ചകൾ കേട്ടോ. അവിടെ പുഴയുടെ നടുവിൽ ഇതാണ് ഞാൻ പറഞ്ഞതേ, ഫുള്ള് പൊളിഞ്ഞാടിന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ മുകളിൽ ആ സൈഡിലാണ് മുന്നിൽ കുറെ ഇങ്ങനെ വരിവരിയായിട്ട് അവിടെ ഒക്കെ ഇപ്പൊ ഇങ്ങനെ ഇത് കാശ്മീർക്ക് നമ്മൾ ആദ്യം വരുന്ന സമയം മുതൽ ഇപ്പോഴും ഇനി 10 കൊല്ലം കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ തന്നെ കാരണം. പക്ഷെ അതിൽ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര സ്പീഡിലൊന്നുമല്ല, പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഏറ്റവും ഡേഞ്ചർ ഏരിയ Hello. Mano, henüz burada Raybisas. Ma henüz burada Şahbaz Raybisas. നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ കാശ്മീർ എത്തിയിട്ടില്ല. കാശ്മീർ ബോർഡർ എത്തി. ജമ്മുന്ന് റാമ്പണി കഴിഞ്ഞിങ്ങനെ കയറും. അപ്പോൾ നിങ്ങൾ കാശ്മീർ വരുന്ന സമയത്ത് വാഷ്റൂം പോകാനും ഭക്ഷണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടും. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതായത് നമുക്ക് ആവശ്യമുള്ള സമയത്ത്. അപ്പോൾ ചെയ്യേണ്ടത് നേരെ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് അതിന് കാത്തിക്കാതെ അതിൻ്റെ അവസരം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഫുഡ്, ഭക്ഷണം, വെള്ളം, സംഭവങ്ങളൊക്കെ കയ്യിൽ വെക്കുക. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി നിർത്തിയാണ് ഒരു ബാക്കിലേക്ക് പോയിക്കണ്. ഓക്കെ, ആറ്റിൻ്റെ താഴ്ന്ന് കണ്ട ആ ഒരു എത്ര വലിയ പുഴയാണ് നോക്കി മുകളിൽ കാണുമ്പോൾ. ദീർഘദൂരത്തിന് ശേഷം നമ്മൾ ബനിഹാലിലെത്തിട്ടോ. 4:53 വണ്ടി ഇവിടെ ഉണ്ട്. നോക്കി മുകളിൽ നോക്കി മഞ്ഞ്. ഇവിടെ തണുപ്പുണ്ട് കേട്ടോ. തോലെടുക്കാൻ വേണ്ടി കാല് ഇതാക്കിയപ്പോഴേ തണുപ്പുണ്ട്.
നമ്മളെ കൂടെ വന്ന ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. अच्छा है, प्योर कश्मीरी खाना है मगर अच्छा है. क्या क्या है इसमें? इसमें गोभी है, दाल है, पनीर का सब्जी है, प्याज है, राइस है. खाओ खाओ. अच्छा है. हो गया? कैसे है खाना, कैसे है? अच्छा अच्छा बढ़िया. बढ़िया. स्पाइसी है. स्पाइसी? अच्छा नहीं, अच्छा है बट स्पाइसी. टेस्ट अलग है. बंगाल के और कश्मीर का टेस्ट अलग है. ओए बातें भी बहुत अच्छे हैं. നമ്മൾ ഒരു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ ഇവിടുന്ന് आपका नाम क्या? मेरा नाम शाहिद अफरीदी है. बोलो. हाँ सच्ची में. कसम से. शाहिद अफरीदी, इंसिमाम उल हक और सलमान भट्ट. सईद SAYDDA. शाहिद अफरीदी माशाल्लाह. रोज़ा नहीं रखा ना? टूर में आया ना. जी बिल्कुल. एक्चुअली मैं भी ऐसे रखा, जब यहीं से आएगा ना जम्मू से जाएगा बाद तक वो थोड़ा थक जाएगा, लेकिन मैं भी एक एक्सपेरिमेंट किया, लेकिन मैं अभी तक रखा है, कोई दिक्कत नहीं अभी. टाइम तो हो ही गया. जी 2 घंटे के अंदर आ जाएगा ना. 2 घंटे क्यों? 1 घंटे. नहीं 1 घंटा नहीं, इधर कितना बजे होता है? 6:40 होगा. 6:40. हाँ बराबर. पता नहीं, शायद वहाँ जा कर के देखना पड़ेगा. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞെന്താ പറയുക, നോമ്പ് ഇത്രയും നേരമായിട്ട് ഓനും നോമ്പെടുക്കുന്ന ആളാണ്. സയ്യിദ് അഫ്രീദിയാണ് പേര്. അപ്പോൾ ഓന് ഇന്ന് എടുത്തിട്ടില്ല, യാത്രയില്ലാതുകൊണ്ട്. അസർ ബാങ്ക് ഇപ്പോൾ കൊടുത്തുള്ളൂ, അസർ അതിന് മുന്നേ നിസ്കരിച്ചു. അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് റൂമിലേക്ക് പോകും. അപ്പോൾ അവിടുന്ന് ജമ്മുന്ന് അങ്ങോട്ട് എത്തുമ്പോൾ നല്ല ടയേർഡാവും. പ്രത്യേകിച്ച് യാത്ര വന്ന ആളുകൾക്ക് അറിയുണ്ടാവും ആ റോഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടുണ്ട് കേട്ടോ. അതായത് ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ അവിടെ നിന്നിട്ട് വരുമ്പോൾ ചൂടല്ല, വെയിലിൻ്റെ പവർ അത്യാവശ്യം കുഴപ്പമില്ലാതുണ്ട്. ഓക്കെ, ഞാൻ അതിനാണ് മറ്റേ ഇത് കണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിരിക്കണം. കുറേ വണ്ടികളുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ബനിഹാലിൽ എത്തുന്നതിൻ്റെ മുന്നേ, അത് ബനിഹാലിൽ എത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ 2 ഷോപ്പുകളുണ്ട് അടുത്തടുത്ത്. ഇതേപോലെ റെഡിൽ കാണാം. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ മതി, നല്ല ഭക്ഷണമാണ്. നോൺ വെജും, ഇപ്പോൾ അപ്പുറത്ത് നോൺ വെജും ഇപ്പുറത്ത് വെജും ഉണ്ട്. ഓക്കെ, പിന്നെ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ പോവും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തു, നേരെ പോവാണ്. സോ വി ആർ ലീവിംഗ് ഫോർ നെക്സ്റ്റ് ടണൽ. നെക്സ്റ്റ് ടണൽ കാസിക്കുണ്ട് ബനിയാൽ ടണൽ. ഓക്കെ, so we are heading to This is Banial Tunnel. Okay, और एक बार बोलो. This is Banial Tunnel. We are entering in Banial Tunnel. This is the next tunnel, the second tunnel of our journey in between Jammu and Srinagar. How you feel? It's looking a lifetime achievement for both of us, me and for my son. Okay. चेंज हो गया एड्रेस. दादा क्या पीछे देखना अभी पीछे. അങ്ങനെ നമ്മൾ നേരെ ബനിഹാലും ക്രോസ് ചെയ്ത് ഏകദേശം കശ്മീരിൻ്റെ മടിത്തട്ടിലെത്തി എന്ന് തന്നെ പറയാം. മഞ്ഞുമലകളുണ്ട്. पीछे देखो पीछे. ഈ വണ്ടികളുണ്ടോ, അതൊക്കെ ഇവിടേക്ക് ലോഡായിട്ട് വരുന്ന ഈ വണ്ടികള് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് ഗ്രീനറി വരുന്ന സമയത്തൊക്കെ നേരത്തെ ഇങ്ങനെ ടൈം മാനേജ്മെന്റ് ഭാരങ്ങൾ മറ്റൊക്കെ വരികയാണെങ്കിലും പാക്കേജ് ഇതാണ്. അതായത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മോട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പടച്ചോനെ എങ്ങനെയൊക്കെ എന്തൊക്കെ നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് മനസ്സിലാവുള്ളൂ. അതായത് സൂറത്തുൽ അങ്കബൂത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുൽ സീറൂ ഫിൽ അർളി ഫൻദറൂ കൈഫ ബദഅ ഖൽഖ സുമ്മല്ലാഹു യുൻശിഉ നശ്അത്തൽ ആഖിറ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ളത്. അതായത് വെറുതെ പറഞ്ഞ സാധനങ്ങളല്ല. അപ്പോൾ നോക്കി, ഇവിടെ കശ്മീരിലെത്തിയപ്പോഴുള്ള ഇതിൻ്റെ ആർക്കിടെക്ചറൽ മാറ്റങ്ങളുണ്ടാവും.
ബിൽഡിങ്ങുകളുടെ മാറ്റങ്ങൾ, ആളുകൾക്ക്, പരിസ്ഥിതിക മാറ്റങ്ങൾ എല്ലാം കൊണ്ടും ഇത് നമ്മളെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും മനസ്സിലാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്യുന്നവരുടെ മനസ്സ് ഒഴുകുന്ന നദി പോലെയാണെന്നുള്ളത്. സംഭവം അത്രയ്ക്കൊന്നുമില്ലെങ്കിലും അങ്ങനത്തെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് കാഴ്ചപ്പാടുകളുണ്ടാവും, ലോകപരിചയങ്ങളുണ്ടാവും. അതായത് അവർക്ക് എന്തിനെ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ചോ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 1-2 വാക്കുകളെങ്കിലും പറയാനുള്ള കിട്ടും എന്നുള്ളതാണ് അല്ലേ. അത് വീട്ടിലിരുന്നാൽ കിട്ടൂല. അപ്പോൾ നോക്കി സംഭവം നല്ല രസമാണ്. ഒരു യൂറോപ്യൻ ടച്ചാണ് ഇവരുടെ വീടുകൾക്കും ആർക്കിടെക്ചറുകൾക്കും എല്ലാത്തിനും അല്ലേ. അതും ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ പന്തം വിട്ടിട്ടോ ഈ വിഷ്വൽസ് ഇങ്ങനെ കാണുമ്പോൾ ഫോണിൽ ഇങ്ങനെ നോക്കുമ്പോൾ. അതായത് എന്താ ഇങ്ങനെ പറയുന്നത്, അത്ര ബ്യൂട്ടിഫുള്ളാണ്. വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ചില കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മനോഹരമായിട്ടുള്ള മനം കുളിർക്കുന്ന കാഴ്ചകൾ കശ്മീരിൽ ഒട്ടനേകം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഉള്ളത് ഒടുവിൽ നടന്നല്ല, നമ്മൾ വണ്ടി എത്തി, കശ്മീരിലെത്തി. ബോജാണ് അവിടെ ഉള്ള കാഴ്ചകളുണ്ട് കേട്ടോ. മോനെ കശ്മീർ അടിപൊളിയായിട്ട് പൂത്തുലഞ്ഞിട്ടാണ്. കുട്ടികളോ ബച്ചൊക്കെ പക്കടോ മോളിൽ നോക്കി. ഇത് നമ്മളെ കശ്മീരി മുഞ്ചത്തിയാണ്. ഓള് ഇവലെ ഫ്രണ്ടാണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലുണ്ട്. ഓളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോരണം. അത് ആരായിച്ചുണ്ടാഞ്ഞ്. ഓക്കെ, നമ്മളെ ക്ലൈമറ്റ് മാറി നമ്മളിങ്ങനെ പോട്ടോ മോനെ. സൂര്യോദയമല്ല സൂര്യാസ്തമയം. അതായത് ഇവിടെ സ്നോഫോളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കംപ്ലീറ്റ് ഇതൊക്കെ മൂടും. ഇവിടെ വരുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവും. അതായത് നമ്മളെ കൂടെ 1-2 പ്രാവശ്യം നമ്മൾ അതേപോലെ ഇവിടെ പെട്ടിട്ടുണ്ട്. എൻ്റെ മക്കളെ നോക്കി, നമ്മളെ നാട്ടിൽ പെരും ചൂടല്ലേ, ഇവിടെ നോക്കി മഞ്ഞാണ് പൂത്ത് നിൽക്കുന്നത്. മഞ്ഞുമലകൾ ചുറ്റും. ഫോട്ടോസും വീഡിയോസും എടുക്കൽ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും പറഞ്ഞപ്പോൾ നേരെ അതെടുത്ത് നമ്മൾ നേരെ പോവാം. ഇനി നമുക്ക് കുറച്ചങ്ങോട്ട് മുന്നേക്ക് പോയി കഴിഞ്ഞാൽ നേരെ എമർജൻസി ഹൈവേ ഉണ്ട് ആണോ, എമർജൻസി റൺവേ. ഇത് എല്ലാ इसके नाम क्या बोलते हैं, एमरजेंसी रनवे क्या बोलते हैं जो एक प्रोजेक्ट के बारे में बोला? अच्छा ठीक. അതിനൊരു പേര് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയിട്ടില്ല. അതായത് അതെല്ലാ സ്ഥലത്തും ഉണ്ടാവും എമർജൻസി ആയിട്ടുള്ള സ്ഥലങ്ങൾ. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഞാൻ സൂം ചെയ്തുണ്ടോ ഈ ബിൽഡിങ്ങുകളൊക്കെ മുകളിൽ കുറച്ച് പലകൾ. ഇതാണ് കശ്മീരിൽ വരുന്ന സമയത്ത് ജമ്മുന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കാണും എന്ത് പറയുമോ ക്രിക്കറ്റ് ബാറ്റുകളാണത്. കശ്മീരിലെ ക്രിക്കറ്റ് ഫാക്ടറികളാണത്. ഇവിടെ നിന്നാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരുന്നത്. അപ്പം അങ്ങനെ സമയം കുറേ അയക്കണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൺസെറ്റും ഉണ്ട് കേട്ടോ. സമയമായി. അപ്പോൾ നമുക്ക് റോഡരികിൽ നിന്നും ഇവരെന്ത് ചെയ്തു ഈത്തപ്പഴം തന്നിട്ടുണ്ട്. മോനെ മക്കളെ വ്യൂ നോക്കി, എന്താ വ്യൂ. നേരെ ഇനി ഇത് കഴിച്ചിട്ട്. അപ്പോൾ നമ്മൾ നോമ്പറക്കാൻ ടൈമായി സുഹൃത്തുക്കളെ. ഇവരങ്ങനെ ഓരോരുത്തർക്ക് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. ഈത്തപ്പഴം കൊണ്ടുവരുന്നുണ്ട്. धन्यवाद. और एक बची ब्याह पैकी ना मुझे तो बिल्किस അപ്പോൾ തുറക്കാനുള്ള പരിപാടികൾ നമുക്ക് കിട്ടി.
हो गया आसान हो गया അപ്പോൾ ബാങ്ക് കൊടുത്തു हो गया कार से गोबरे ये कहे हो गया हो गया हो गया നമ്മൾ നേരെ നോമ്പ് തുറക്കട്ടെ കേട്ടോ ലെഫ്റ്റ് में और राइट में केसर का खेत കുങ്കുമത്തിന്റെ പാടങ്ങളാട്ടെ കാണുന്നത് ഉണ്ടോ नहीं ये नहीं है രാമലൊക്കെ साल में एक बार ही होता है നമ്മള് ठंडी के टाइम വീട്ടിലാവുമ്പോഴേ सबसे अच्छा सबसे प्योर केसर यहाँ भी मिलेगा അപ്പൊ ഇതൊക്കെ അനുഭവങ്ങളാണ് आपको श्रीनगर में भी मिलेगा मगर उसका मिलावट होगा यहाँ सबसे अच्छा मिलेगा आपको हाँ? എന്താ അറിയോ जो भी लेना है उधर जाने टाइम लेंगे ഇവിടുത്തെ മറ്റേ പാലും സെറ്റപ്പ് വെള്ളമാണ് ഓക്കെ അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നു ഇതുണ്ട് ഈ കാണുന്നുണ്ട് ഈ റൈറ്റ് സൈഡിലുള്ളൂ ഈ സൈഡിലൊക്കെ ഇതൊക്കെ കുങ്കുമത്തിന്റെ പാടങ്ങളാട്ടോ സാഫ്രോൺ ഫീൽഡ്സ് ആർക്കും കുങ്കുമമാണെ പറയണ്ടി ये येलो कलर का एक कौन सा कहता है कौन सा ये देर का है അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിന്റെ അടുത്ത് എത്താൻ बस्ता क्या दिल बस्ता सर ठीक है दुआ ए आबाद അപ്പോൾ നമ്മൾ ഇതാണ് രാജ്ബാഗ് എന്ന സ്ഥലം കേട്ടോ രാജ്ബാഗിലെത്തി ഓക്കെ Proper Islam. നമ്മൾ നേരെ ഹോട്ടലിലെത്തി Yemeseydiz. ഹോട്ടലിലെത്തിയപ്പോൾ Yemçi yüz yemen içiniz. Yemiz gazıncı mesait para. Dili. इसके साथ क्या खाएगा बोल नहीं पाएगा आएगा अस्सलाम वालेकुम वालेकुम अस्सलाम आना दस Selamünaleyküm. बोलो इसके बारे में बोलो हवा ये जैसे कि होटल में अच्छा है इफ्तारी में खाते हैं हम भी ऑल मुस्लिम. इधर कर था बता लाउड स्पीकर है അപ്പോൾ നമ്മളിവിടെ എത്തി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ റൂമിലേക്ക് കയറണം देवी ने थ्रू है आपका दादा भी बोल सकते हो दोस्त भी बोल सकते हो जो भी है हवा हाँ जाएंगे अब इधर आओ ना थोड़ा ना होटल में आ जाओ होटल आजारा അപ്പോൾ നല്ലൊരു വെറൈറ്റി ചിക്കനും നല്ല രസമുണ്ട് പ്ലേറ്റിൻ്റെ കോലം കണ്ടാൽ തന്നെ കറിയാം ഫുൾ വടിച്ച് നിൽക്കണ് പിന്നെ മറ്റു രണ്ടാളും നീച്ച് പോയിട്ടോ അത് കഴിഞ്ഞു നമ്മളെ ഫ്രൂട്ട്സ് ജാട്ട് മസാല ഇട്ടാൽ ഡേറ്റ്സ് പിന്നെ നല്ലൊരു ബനാന ജ്യൂസ് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവും റൂം ഇപ്പോൾ കാണിച്ചു തരാം പിന്നെ നമ്മൾ നേരെ നമ്മളെ റൂമിലെത്തി റൂം ക്ലോസ് ചെയ്യുന്നു വാഷ്റൂം ഉണ്ട് ഇവിടെ നേരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്നു ഓക്കെ അപ്പോൾ തൽക്കാലം ജസ്റ്റ് ഞാൻ നോമ്പ് തുറന്നു കുറച്ച് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചു ഇനി ഒന്നുകൂടി ഭക്ഷണം കഴിക്കണം 1-2 കഴിക്കണം എനർജി വേണ്ടേ ലഗേജൊക്കെ കുറിച്ച് തണുപ്പുണ്ട് കേട്ടോ പിന്നെ സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ആയതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഹോട്ടൽ കൂളാണ് ബാക്കിയെല്ലാ റൂം സെൻട്രലൈസ്ഡ് ആണ് അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് തൽക്കാലം ലഗേജൊക്കെ വെച്ചിട്ട് ഇവിടെ ഫ്രഷപ്പ് കാര്യങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ബൈ.